പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരുന്നുണ്ട് കഴുകാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് മാഷാണെങ്കിൽ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു. ശ്രീജേ ശ്രീജേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ശ്രീജയുടെ ഒരനക്കവും ഇല്ല, അടുക്കളയിൽ ശൂന്യമായിട്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ വേദ കേൾക്കും. വേദ ഇങ്ങനെ പതുക്കനെ വന്നിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കും. ശ്രീജ എന്തേന്ന് ചോദിക്കും. ശ്രീജത്തിൽ തലവേദന കിടക്കണ്. നന്ദിനിയടുത്ത് കടയിൽ പോയേക്കണെന്ന് പറയും. എന്നിട്ട് അടുത്തേക്ക് കണ്ടറിയും ഭക്ഷണം കഴിക്കാനാണോ അച്ഛാ, ഞാൻ വിളമ്പി തരട്ടേന്ന് ചോദിക്കും. അപ്പം മാഷ് ആന്ന് പറയും. അങ്ങനെ വേറെ സന്തോഷത്തോടെ പോയി ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കും. കറികളും മറ്റുള്ളതൊക്കെ എടുത്ത് വെച്ച് നല്ല സന്തോഷത്തോടെ തന്നെ മാഷിന് വിളമ്പി കൊടുക്കണം. മാഷിന് ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. എന്നിട്ട് ചോറും കറികളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാഷ് ചോദിക്കും കാലിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. കുറവുണ്ട് അച്ഛാ, അച്ഛൻ കൊടുത്തയച്ച മുറിവെണ്ണ പരത്തിയപ്പോൾ നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയും. എന്നിട്ട് വേദ കുറച്ചും കൂടെ സാമ്പാറൊക്കെ ഒഴിക്കട്ടെ അച്ഛാന്ന് ചോദിക്കും. ഒഴിച്ചോ എന്ന് പറയും. എന്നിട്ട് വേദ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരും. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വെള്ളവും ഒക്കെ കൊടുക്കും. ഭയങ്കര സന്തോഷത്തോടെ പെട്ടെന്ന് തന്നെ മാഷ് ഇങ്ങനെ സീരിയസിൽ ഇങ്ങനെ ഭക്ഷണം പോകും. ഇങ്ങനെ ചുമയ്ക്കും. വേദയ്ക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ വേദ ധൈര്യപ്പെട്ട് തന്നെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ നെറുകയിൽ ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം കൊടുക്കും. വെള്ളം കുടിക്കാച്ചാൽ വേഗം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശ്രീജാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അവിടേക്ക് വരില്ല. അവിടെ മാറി നിന്ന് കാണണ്. നല്ല കണ്ണൊക്കെ നിറയുന്നുണ്ട്. ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷം കൊണ്ട്. പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. രാമായണ മാസം രാമായണം വായിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ വയസ്സായ എല്ലാവരും കൂടി ആ നേരത്ത് ഗണപതി ഹോമം മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നടക്കുന്നുണ്ട്. കമലാമ്മയും അച്ഛമ്മയും കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അമ്മ എന്തിനാ അമ്മ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറഞ്ഞത്? അമ്മ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സീതയുടെയും രാമൻ്റെയും ദിവസമാണെന്ന് എന്തൊക്കെ ചെയ്തിട്ടും രാമനെ കാട്ടിലേക്ക് അയച്ചിട്ടും ഭരണം കിട്ടിയില്ലല്ലോ അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരാണത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പറയും നിനക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ മനസ്സിലാവും എന്ന് പറയും. എന്നിട്ട് പൂജാരി പറയും എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. ഞാനിപ്പോൾ ഒരു സാധനം കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ ശ്രീരാമൻ്റെ വിഗ്രഹമായിട്ട് പൂജാരി വരുന്നു. ഇത് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലും വെച്ച് പൂജിക്കുക, ഒരു ദിവസം വിക്രമിൻ്റെ വേദയുടെ വീട്ടിലും പൂജിക്കുക, അന്ന് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ തിരിച്ചെത്തിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന് പറയും. അങ്ങനെ ആ വിഗ്രഹമായിട്ട് കമലയും നമ്മുടെ അച്ഛമ്മയും കൂടി പോകണം. അമ്മേ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കും. നടക്കും. സാവിത്രിയമ്മനെ വിളിച്ച് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മളും കൂടി പോകുമെന്ന് പറയുമ്പോൾ നമ്മളോ, മാഷ് സമ്മതിക്കുമോ? സമ്മതിക്കണം എന്നും പറഞ്ഞ് അച്ഛമ്മ നിർബന്ധം പറയുന്നുണ്ട്. പിന്നീട് മാഷ് വരാന്തയിൽ ഇരുന്ന് പത്രം വായിക്കായിരിക്കുള്ളൊരു കാറ് വന്നിറങ്ങണ കണ്ട് അതിൽ നിന്ന് അച്ഛമ്മയും കമലയും കൂടെ ഇറങ്ങണുണ്ട്. അപ്പോൾ മാഷിന് സന്തോഷമായി, കമല വന്നല്ലോ. എന്നിട്ട് എന്തായി രാമായണവാസമായിട്ട്, രാമായണമൊക്കെ വായിച്ച് കഴിഞ്ഞോ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛമ്മനോട് മാഷ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് രാമായണ മാസത്തിൽ മാത്രമല്ല സുധാകര രാമായണം വായിക്കുക, എല്ലാം നമ്മുടെ ആയുസ് കഴിയുന്നത് വരെയും വായിക്കണം. നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നാവിന് പുണ്യം കിട്ടുന്നല്ലേ എന്ന് പറയും. എവിടെ വേദമോള് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ഉണ്ട് അച്ഛമ്മ എന്ന് പറയും. വായോ പറയട്ടെ എന്ന് പറയും. എന്നിട്ട് അവരോടൊക്കെ സംസാരിക്കുന്നു. എല്ലാം സംസാരിച്ച് സന്തോഷമായി വിശേഷങ്ങളൊക്കെ ചോദിച്ച കൂട്ടത്തിൽ കമലമ്മനോട് പറയുന്നുണ്ട്. കമലോട് പറയുന്നുണ്ട് കമല നീ അത് ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയും. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കമല ബാഗ് തുറന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ വിഗ്രഹങ്ങൾ എടുക്കണം. അപ്പോൾ ശ്രീരാമൻ്റെയും അതുപോലെ തന്നെ സീതയുടെയും ഫോട്ടോ വിഗ്രഹം കാണുമ്പോൾ നമ്മുടെ വേദയുടെ മുഖം അങ്ങനെ പൂത്തിരി കത്തിയ പോലെ സന്തോഷം കൊണ്ട് തിളങ്ങണം. വേദയ്ക്ക് അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. മാഷിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇതെന്താണെന്ന് ചോദിക്കും. ഇത് ഇവർ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ദിവസം ഇവിടെയും ഒരു ദിവസം വേദന വീട്ടിലും വെച്ച് പ്രാർത്ഥിക്കണം. നാളെ വേദനയും വിക്രമിനെയും കൊണ്ടുപോകാൻ വേണ്ടി സാവിത്രിയമ്മയും വേദന അമ്മയും വരും, പത്മവും വരും എന്ന് പറയും. അപ്പോൾ പറയും നമ്മളിത് കൊണ്ട് അവരെ കൂടെ പോകണം എന്നറിയും. തൽക്കാലം ഇത് വേദയോട് പൂജമുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ പറയും. വേദ അതുകൊണ്ട് പൂജമുറിയിൽ വെച്ച് വിളക്കിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും. നമ്മളോ ഞാനില്ലേ അടുത്തിരിക്കുന്നു പറയും. അതെന്താ സുധാകര, ഞാൻ നിൻ്റെ മോനെ മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചത് പറഞ്ഞു മനസ്സിലാക്കാൻ, ഇതിപ്പോൾ നിനക്കും അങ്ങനെ ആയെന്ന് വെച്ചപ്പോൾ ഒന്ന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അന്നതിലൊന്നിനും കൂട്ടരുതെന്ന് പറയും. അവർക്കല്ലെങ്കിലോ താല്പര്യമില്ലാത്തതാണെന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേദേ നീ പോയി വിക്രമിനെ വിളിച്ചിട്ട് അച്ഛമ്മ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അച്ഛമ്മയുടെ അടുത്തേക്ക് വരാൻ പറയുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വേദ നോക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ കുശുമ്പോടെ നിൽക്കണ്. നന്ദിനി അടുത്ത് എന്താണെന്ന് ചോദിക്കും. ഇത് വിഗ്രഹം കൂടെ കൊണ്ടുവച്ചതിൻ്റെ കാര്യം മനസ്സിലായോ? മനസ്സിലായി, നിന്നെ അവളെ ശ്രീരാമനും സീതയാക്കാനല്ലേ എന്ന് ചോദിക്കും. അതൊന്നല്ല, അതിനൊക്കെ ബുദ്ധി വേണമെന്ന് പറയും. പിന്നീട് മാഷ് ഇങ്ങനെ മുറ്റത്ത് ചെന്നിരിക്കുമ്പോൾ മാഷ് ഇങ്ങനെ
അച്ഛമ്മ എന്ന് പറയുന്നത്, നീ മാത്രം ഇങ്ങനെ ആയാലും എന്താ സുധാകര, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അമ്മ, ആ വീട്ടിലെ പുരുഷന്മാരാരും ഈ കല്യാണത്തിന് അംഗീകരിച്ചിട്ടില്ല, സ്ത്രീകൾ മാത്രമല്ലേ അംഗീകരിച്ചിട്ടുള്ളൂ. സ്ത്രീകളെ നീ കുറച്ച് കാണരുത്. സ്ത്രീകൾക്ക് കുടുംബത്ത് ഒരു അവകാശമില്ലേ? സ്ത്രീകൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കും മോനെ. ഒരു സ്ത്രീ അമ്മയാവുന്നതോടുകൂടി തന്നെയല്ലേ ആ സ്ത്രീയുടെ ജന്മം പുണ്യമാവുന്നത്. നീ ഒരു മാഷല്ലേ, നിനക്ക് ഞാൻ പറഞ്ഞുതരാണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ? അതുകൊണ്ട് തന്നെ പത്മത്തിനും അതുപോലെ തന്നെ സൗത്രിയമ്മയും വിചാരിച്ചാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളവിടെ കൊണ്ടാക്കി പോരുന്നെന്നുള്ളൂ, അല്ലാണ്ട് ഇതിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മാഷ് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛമ്മ അത് കണ്ട് പുഞ്ചിരിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.